രൂപം ഭഗവത്ഗീത യഥാരൂപത്തിൽ നിന്ന് 17ാമത്തെ ചാപ്റ്റർ 17ാമത്തെ ശ്ലോകവും 18ാമത്തെ ശ്ലോകവുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാനത് വായിക്കാൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. 17ാമത്തെ ചാപ്റ്ററിൽ 17ാമത്തെ ശ്ലോകം. ശ്രദ്ധയാ പരയാ തപ്തം തപസ്സതത്രിവിധം നരഹേ അഫലാകാംക്ഷിഭിർയുക്തേ സാത്വികം പരിചക്ഷതേ. ശ്രദ്ധയാ പരയാ തപ്തം തപസ്സതത്രിവിധം നരഹേ അഫലാകാംക്ഷിഭിർയുക്തേ സാത്വികം പരിചക്ഷതേ. ഇനി 18ാമത്തെ ശ്ലോകം റിപ്പീറ്റ് ചെയ്യാം. ശ്ലോകം 18. സത്കാരമാന പൂജാർത്ഥം തപോദംബേന ചൈവ യത് ക്രിയത്തെ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. സത്കാരമാന പൂജാർത്ഥം തപോദംബേന ചൈവ യത് ക്രിയത്തെ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ഇനി നിങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. പ്രഭുജീസ് ആരെങ്കിലും രണ്ടുപേര് വായിക്കാം. മാതാജീസ് രണ്ടുപേർക്ക് വായിക്കാം. ശ്രദ്ധയാ പരയാ തപ്തം അഫലാകാംക്ഷിഭിർയുക്തൈ പരിചക്ഷതേ സത്കരമാന പൂജാർത്ഥം ദംഭേന ചൈവ യത് ക്രിയത്തെ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. സാത്വികം പരിചക്ഷതേ സത്കാരമാന പൂജാർത്ഥം തപോദംബേന ചൈവ യത് ക്രിയത്തെ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ശ്രദ്ധയാ പരയാ തപ്തം തപസ്സതത്രിവിധം നരഹേ അഫലാകാംക്ഷിഭിർയുക്തേ സത്കാരമാന പൂജാർത്ഥം ദംഭേന ചൈവ യത് ക്രിയത്തെ തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ശ്രദ്ധയാ പരയാ തപ്തം തത്രിവിധം നരൈഹി അഫലാകാംക്ഷിഭിർയുക്തൈ പരിചക്ഷതേ സത്കാരമാന പൂജാർത്ഥം തപോദംബേന ചൈവ യത് തദിഹ പ്രോക്തം രാജസം ചലമധ്രുവം. ഇനി നമുക്ക് വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കാം. അഫലാം കാംക്ഷിബി ഫലകാംക്ഷ ഇല്ലാത്തവരായി, യുക്തൈ യുക്തന്മാരായ ഏകാഗ്രചിത്തന്മാരായ, നരൈ നരന്മാരാൽ, പരയാ പരമമായ,
ശ്രദ്ധയാ വിശ്വാസത്തോടുകൂടി, തപ്തം തപ്തമായ, തത്രിവിധം തപ ആ 3 വിധമായ തപസ്, സാത്വികം സാത്വികം എന്ന് പരിചക്ഷതേ പറയപ്പെടുന്നു. അതിന്റെ വിവർത്തനം: ഈ 3 വിധം തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടെയും ഭൗതിക നേട്ടങ്ങളെ ആഗ്രഹിക്കാതെയും പരമപുരുഷന് വേണ്ടി മാത്രം അനുഷ്ഠിച്ചു പോന്നാൽ സാത്വികം എന്ന് പറയാം. ഇനി 18ാമത്തെ ശ്ലോകത്തിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കാം. സത്കാര മാന പൂജാർത്ഥം, അന്യരിൽ നിന്ന് സത്കാരം, മാനം, പൂജ എന്നിവ ലഭിക്കുന്നതിന് വേണ്ടി, ദമ്പേന ഏവച ദമ്പത്തോടു കൂടിയും, ലോകരെ കാണിക്കാൻ വേണ്ടിയും എന്നർത്ഥം. യത് തപഹ യാതൊരു തപസ്, ക്രിയത്തെ ചെയ്യപ്പെടുന്നുവോ, ഇഹ ഈ ലോകത്തിൽ, ചലം അനിത്യവും അധ്രുവം അനിശ്ചിത്യവുമായ, തത് തപഹ ആ തപസ്, രാജസം രാജസമെന്ന് പ്രോക്തം പറയപ്പെട്ടിരിക്കുന്നു. വിവർത്തനം: ശ്രീല പ്രഭുപാദ് കി ജയ്. ബഹുമതിയും ആരാധനയും നേടാനോ അഹങ്കാരം കൊണ്ടോ ചെയ്യപ്പെടുന്ന തപസ് രാജസമാണ്. ക്ഷണികവും അനിശ്ചിതവുമാണത്. ഭാവാർത്ഥം: ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം: മറ്റുള്ളവരെ ആകർഷിക്കാനും അങ്ങനെ അവരുടെ ആദരവും സഹായവും പിടിച്ചു പറ്റാനുമായി ചിലർ തപോവ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. രജോ ഗുണ പ്രധാനികൾ ആശ്രിതന്മാരെ കൊണ്ട് പൂജിപ്പിക്കുകയും കാൽ കഴുകിക്കുകയും അവരിൽ നിന്ന് ധനം വാങ്ങുകയും ചെയ്യുന്നു. തപോനിഷ്ഠാനങ്ങൾ എന്ന പേരിന്റെ മറവിൽ ചെയ്യപ്പെടുന്ന അത്തരം പ്രവർത്തികൾ രാജസങ്ങളാണ്. അവയുടെ ഫലങ്ങളും ക്ഷണികങ്ങൾ തന്നെ. ഇതാണ് 17ഉം 18ഉം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതിൽ ഇപ്പൊ 17ാമത്തെ ശ്ലോകത്തിലാവുമ്പോൾ നമ്മൾ 16ാമത്തെ അധ്യായത്തിലെ കാര്യങ്ങൾ കൃഷ്ണൻ എന്താണോ പറഞ്ഞിരിക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് 16ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 തരത്തിലുള്ള ആളുകളുണ്ടെന്നാണ്. അതായത് ദൈവിക ഗുണങ്ങളുള്ളതും ആസുരിക ഗുണങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് 17ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കൃഷ്ണന് പറയുന്നത് ഇത് രണ്ടും എക്സ്ട്രീംസ് ആണ്. അതുകൊണ്ട് ഇതിൽ രണ്ടിലും വിശ്വാസമില്ലാത്തവര്, ഏത് വിശ്വാസമുള്ളവര്, എന്താണ് ഇവരുടെ ഫലം, അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു. അപ്പൊ കൃഷ്ണൻ പറയാണ് ഇതിൽ രണ്ടിലും പെടാത്തവരുടെ കാര്യം എങ്ങനെ എന്ന് അർജുനൻ ചോദിക്കുന്നതനുസരിച്ച് പറയാണ്. ചിലർക്ക് ചില കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവും, എന്നാൽ ചിലർക്ക് ചില കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവില്ല. അതെന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോ TV കാണുമ്പോൾ എന്താണ്, ചില പരസ്യങ്ങളൊക്കെ വരും. പരസ്യങ്ങൾ വരുമ്പോൾ ചില ക്രീമുകള്, ചില സോപ്പുകള് എല്ലാം നല്ലതാണ്, അല്ലെങ്കിൽ ഈ മെഷീൻ നല്ലതാണെന്ന് ചിലർക്ക് അത് വിശ്വാസമാകും. അവര് കസ്റ്റമർ ചെന്ന് അത് മേടിക്കും. അതേപോലെ നമുക്ക് ചില ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും, ഈ ഡോക്ടറിന്റെ അടുത്ത് പോയാൽ നമ്മുടെ അസുഖമൊക്കെ മാറും, നല്ലവണ്ണം ഡോക്ടർ ട്രീറ്റ് ചെയ്യും, ഒരു റിലേഷൻഷിപ്പ് വരും. അങ്ങനെ ആകുമ്പോൾ അവര് ആ ഡോക്ടറെ, ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ആ ഡോക്ടറെ തന്നെ പോയി കാണും. അവർക്ക് ആ വിശ്വാസത്തിന്റെ പുറത്ത് അസുഖവും ഭേദമാകും. അതുപോലെ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണ്, കാറിലോ ബസ്സിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ എവിടെയെങ്കിലും പോകെങ്കിൽ നമുക്ക് ഒരു വിശ്വാസം വരും, ഈ ഡ്രൈവർ അല്ലെങ്കിൽ ഈ പൈലറ്റ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ അതിൽ കയറുന്നതും നമ്മൾ പോകുന്നതും. പിന്നെ ഈ ഭൗതിക ലോകത്തില് 3 തരത്തിലുള്ള ഗുണങ്ങളാണുള്ളത്. അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ ഏത് ഗുണത്തിലാണ് പെട്ടിരുന്നത്, നമ്മുടെ ഗുണം ഏതാണ് കൂടിയിരിക്കുന്നത്. സത്വഗുണം കൂടിയിരിക്കണമെങ്കിൽ സത്വഗുണത്തിലായിരിക്കും, തമോ ഗുണമാണ് നമുക്കുള്ളത് തമോ ഗുണത്തിലായിരിക്കും, രജോ ഗുണമാണെങ്കിൽ രജോ ഗുണത്തിലായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് സത്വഗുണം ഉള്ളവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് സത്വഗുണത്തിലുള്ളവർക്ക് സുപ്രീം ലോർഡില് വിശ്വാസം ഉണ്ടാവും, നമുക്ക് ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകും. സത്വഗുണത്തിലുള്ളവരുടെ അവർ ബ്രാഹ്മണരെ വിശ്വസിക്കും, ഡിവോട്ടീസിനെ വിശ്വസിക്കും, ശാസ്ത്രത്തിൽ വിശ്വസിക്കും. അങ്ങനെ ഇവര് അതേസമയം ഇവർക്ക് അതുകൊണ്ട് എന്താ പറ്റണത്, ഇവര് സെൽഫ്ലെസ് ആണ്, വളരെ കാമാണ്, പീസ്ഫുൾ ആണ്. ഇവര് അങ്ങനെയുള്ളവരായിരിക്കും സത്വഗുണത്തിലുള്ളവർ. അതേസമയം രജോ ഗുണത്തിലുള്ളവരുടെ അവര് എന്താണ് ആഗ്രഹിക്കുന്നത്, പേര് ആഗ്രഹിക്കും, അവര് പ്രശസ്തി ആഗ്രഹിക്കും, ആരാധന, അതായത് എല്ലാവരും അവരെ ആരാധിക്കണം,
എന്തെങ്കിലും പിന്നെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ചെയ്തു കൊടുക്കുകയുള്ളൂ. ആദ്യം ഇങ്ങനെ അവർ ചിന്തിക്കും, എനിക്ക് എന്ത് കിട്ടും, ഞാൻ അയാൾക്ക് ഇത് ചെയ്തു കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ള കാര്യം അവർ ആദ്യം ചിന്തിച്ചിട്ട് രജോഗുണക്കാര് അത് എന്തെങ്കിലും ചെയ്യുള്ളൂ. അവരുടെ കാര്യം എന്താണെന്ന് മറ്റുള്ളവരോട് അസൂയായിരിക്കും അവർക്ക്, അതേസമയം മത്സര ബുദ്ധി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. എല്ലാവരും തന്നെ അറിയണം. എന്താന്ന് വെച്ചാല് ഞാൻ വലിയ ആളാണ്, ഞാനിങ്ങനെ 16 മാലകൾ ചൊല്ലുന്നു, അല്ലെങ്കിൽ 64 മാലകൾ ചൊല്ലുന്നു, അല്ലെങ്കിൽ 108 മാലകൾ ചൊല്ലുന്നു, ഭാഗവതം വായിക്കുന്നു, ഭഗവത്ഗീത വായിക്കുന്നു, നിർജ്ജല ഏകാദശി എടുക്കുന്നു, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ, ഡൊണേഷൻ കളക്ട് ചെയ്യുന്നു, ഇതെല്ലാം ഇങ്ങനെ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പങ്കെടുക്കുന്നു, അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ ആളാണ് എന്നുള്ള ഒരു ധാരണയാണ് അവർക്ക് ഉണ്ടാവുക. പക്ഷെ കൃഷ്ണൻ ഇതൊക്കെ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. കൃഷ്ണൻ ഇത് പ്ലീസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് രജോഗുണക്കാരുടെ സ്വഭാവം അതാണ്. അതേസമയം തമോ ഗുണത്തിലുള്ളവര് ആരെയാണ് ആരാധിക്കുന്നത്? അവര് ഭൂതപ്രേത പിശാചുക്കളെയാണ് ആരാധിക്കുന്നത്. അവന്റെ ഗുണം എന്താണ്? അവർക്ക് ഒരു ഗുണമില്ല, മറ്റുള്ളവർക്കും ഒരു ഗുണമില്ല, പിന്നെ മൂഢരാണ് അവര്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്തൂടാ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റൂല. അപ്പോൾ അവര് ഭയങ്കര ലേസി ആയിരിക്കും, മടിയന്മാരായിരിക്കും. പിന്നെ അതേസമയം ഉറക്കം ഉണ്ടാവും, അധികം ഉറങ്ങുക, ഗുണത്തിനനുസരിച്ച് ആയിരിക്കും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. അവരിലുള്ള എന്താ ഗുണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പിന്നെ ആക്ടിവിറ്റീസ്, പ്രവർത്തികളെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതേ സമയം മനുഷ്യരുടെ ഈ ത്രിഗുണത്തിനനുസരിച്ചുള്ള കാര്യങ്ങള് ഭക്ഷണകാര്യത്തിലും പ്രതിഫലിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ഭക്ഷണകാര്യത്തിൽ പ്രതിഫലിക്കുന്ന വെച്ചാൽ, സാത്വിക ഗുണമുള്ളവരുടെ ഭക്ഷണം എന്താണ്? അവര് ഒരിക്കലും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കില്ല, കരിഞ്ഞത് ഇതായതില് അധികം പിന്നെ വളിച്ചത് ചീത്തയൊന്നും കഴിക്കൂല അവര്, അങ്ങനെ പൊരിച്ചതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ദീർഘായുസ് ഉണ്ടാവും, ബലം കൂടും, പിന്നെ അവരുടെ നിലനിൽപ്പ് ശുദ്ധീകരിക്കും. ഇതൊക്കെയാണ് അതുകൊണ്ട് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആരോഗ്യവും സംതൃപ്തിയും സന്തുഷ്ടിയും ഒക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള സാത്വിക ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക. അതേസമയം രജോ ഗുണമുള്ളവര് എന്തൊക്കെയാണ് കഴിക്കുന്നത്? അവര് കയ്പുള്ളതും പുളിച്ചതും വളിച്ചതും, പുളിച്ച, ഉപ്പുരസം, കടുത്ത ചൂട്, എരിവ് ഉള്ളവയാണ് അവര് കഴിക്കുന്നത്. ഫലമോ ദുഃഖത്തിനും രോഗത്തിനും അത് വഴിവെക്കുന്നു. അതേസമയം അതാണ് രജോ ഗുണക്കാര് ചെയ്യുന്നത്. തമോ ഗുണമുള്ളവരാണെങ്കിലോ 3 മണിക്കൂർ മുമ്പ് പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. പിന്നെ സ്വാദിഷ്ടമല്ലാത്തത്, ദുർഗന്ധമുള്ളത്, പിന്നെ ഉച്ഛിഷ്ടവും പിന്നെ അതേസമയം തൊടാൻ കൊള്ളാത്തതുമായതാണ് തമോ ഗുണക്കാര് ഇഷ്ടപ്പെടുന്നത്. ഭക്ഷണക്രമം നമ്മുടെ ചിന്തയെ തന്നെ മറിക്കും. ശരിക്കും പറഞ്ഞാൽ പ്രസാദം കഴിക്കുമ്പോൾ നമുക്ക് ആധ്യാത്മികതയില് കൂടുതൽ താല്പര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും പ്രസാദം, അങ്ങനെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നോക്കണം. അത് സാത്വികമായിട്ടുള്ളത് കഴിക്കണം. പിന്നെ കൃഷ്ണാവബോധം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാല് ഒരു ഇന്റേണൽ പ്രോസസ്സാണ്, അത് ബാഹ്യമല്ല. എന്ന് പറഞ്ഞാല് നമ്മൾ ബാഹ്യമായിട്ട് ഇപ്പോ കൃഷ്ണാവബോധത്തിലുള്ള ആളാണ്, ഇപ്പൊ ഞാൻ തന്നെ കൃഷ്ണാവബോധത്തിലുള്ളതാണ്, വലിയ തിലകം തൊഴുന്നു, ഖണ്ഡിമാല ഇടുന്നു, കയ്യിൽ മാല ഉണ്ടാവുന്നു, പിന്നെ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുന്നു, മാല ജപിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പിന്നെ അല്ലെങ്കിൽ നല്ലോണം ലെക്ചർ ചെയ്യുന്നു, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ബാഹ്യമായിട്ട് ആരെങ്കിലും കാണിക്കാൻ ചെയ്താല് നമ്മൾ ശരിക്ക് അത് ഒരു കൃഷ്ണാവബോധത്തിലുള്ള ആളല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ ഇന്റേണൽ പ്രോസസ്സ്. അപ്പൊ കൃഷ്ണൻ എന്താ നോക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ് നോക്കുന്നത്. നമ്മൾ ഏത് ഭാവത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ത് ചെയ്താലും നമ്മൾ കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം, കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ആലോചിക്കുക, ഇത് ചെയ്താൽ കൃഷ്ണന് ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ ഇത് ചെയ്യണത് ശരിയാണോ എന്ന് രണ്ടാമതൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അത് ചെയ്യുമ്പോഴാണ് കൃഷ്ണന് ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ കൃഷ്ണന് ഭാവം നോക്കുന്നു പറയുന്നതുകൊണ്ടാണ് കൃഷ്ണനൊരു പേരുള്ളത്. എന്താണ്? ഭാവഗ്രാഹി ജനാർദ്ദനൻ എന്ന് പറയും കൃഷ്ണന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇത് പറയുന്നു. പിന്നെ ഈ ത്രിഗുണങ്ങൾക്ക് അനുസരിച്ച് തന്നെ യജ്ഞം, തപസ്, ദാനം, ധർമ്മം ഇതുമൊക്കെ അതിൽ പെടും, അതിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ സത്വഗുണക്കാര് എന്താണ്? യജ്ഞം ചെയ്യും. അതെങ്ങനെയാ അവരുടെ യജ്ഞം ഉണ്ടാവുക?
അതായത് പിന്നെ ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ യജ്ഞം ചെയ്യുന്നത്. അല്ലാതെ ആരെയും കാണിക്കാനും ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ചെയ്യാനല്ല. എനിക്ക് എന്ത് കിട്ടും എന്ന് ഒന്നും അവർ ചിന്തിക്കേയില്ല. യജ്ഞത്തിന്റെ ഫലം ആഗ്രഹിക്കേ ഇല്ല. അതേസമയം വേദവിധി പ്രകാരം കർത്തവ്യബോധത്തോടു കൂടി ഒക്കെയാണ് ഇവര് യജ്ഞം ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് പ്രഹ്ലാദ് മഹാരാജാവിനെ കുറിച്ച് പറയാം. പ്രഹ്ലാദ് മഹാരാജാവിനെ കുറിച്ച് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും ആ സിനിമയെല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം പ്രഹ്ലാദ് രാജാവിനെ കുറിച്ച്. ഈ കൃഷ്ണാബോധത്തിൽ വരുന്നവര് ഇതെല്ലാം എല്ലാം വായിച്ചിട്ടുണ്ടാവും. ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ എന്താണ്, സെൽഫ്ലെസ് ആയിരിക്കും അവരുടെ യജ്ഞം. ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതും മറ്റുള്ളവരുടെ നന്മ ഉദ്ദേശിച്ചും ചെയ്യുന്നതാണ്. അതേസമയം അവർ റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് പ്രഹ്ലാദ് മഹാരാജാവ് നമുക്ക് ഇതിൽ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. അതേസമയം രജോ ഗുണ യജ്ഞം ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്? ഭൗതികമായിട്ടുള്ള പ്രയോജനത്തിനും വമ്പ് കാണിക്കാനും സ്വർഗലബ്ധി കിട്ടുക എന്ന ആഗ്രഹത്തോടും കൂടിയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ഇതിനു വേണ്ടിയിട്ടല്ല. അപ്പൊ അവരുടെ രജോ ഗുണക്കാർ ചെയ്യുന്നത് അങ്ങനെയാണ്, ഭൗതിക പ്രയോജനത്തിനും വമ്പ് കാണിക്കാനും ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് കാണിക്കാനായിട്ട്. തമോ ഗുണക്കാരുടെ യജ്ഞം എന്ന് പറയുന്നത് എന്താണ്? വേദോക്ത വിധി അനുസരിക്കാതെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അതേസമയം മന്ത്രോച്ചാരണം ശരിക്ക് ചെയ്യുകയില്ല. പിന്നെ പൂജാരിക്ക് ദക്ഷിണ കൊടുക്കുകയില്ല. പിന്നെ എന്താണ്, വിശ്വാസമില്ലാതെയൊക്കെയാണ് അവരുടെ യജ്ഞം തമോ ഗുണക്കാര് ചെയ്യുന്നത്. അതാണ്. പിന്നെ തപസ് 3 തരമുണ്ട്. അതായത് ഈ തപസ് ചെയ്യുമ്പോൾ 3 തരത്തിലുള്ള തപസ്സാണുള്ളത്. അതായത് ശാരീരികം, വാങ്മയം, പിന്നെ മാനസികം. അപ്പൊ ഈ 3 തരത്തിലുള്ള ശാരീരിക തപസ് എന്തിനെയൊക്കെ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ശാരീരിക തപസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹശുദ്ധി ഉണ്ടായിരിക്കണം, ലാളിത്യം ഉണ്ടായിരിക്കണം, ബ്രഹ്മചര്യം വേണം, പിന്നെ അഹിംസ എന്നിവ ആണ് ശാരീരിക തപസ്സിൽ പെടുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റിങ്, നിർജ്ജല ഏകാദശി, ജന്മാഷ്ടമി, പിന്നെ നരസിംഹ ചതുർത്ഥി, ഗൗരപൂർണിമ, ഇതെല്ലാം ആ ശാരീരികമായിട്ടുള്ള തപസ്സിൽ പെടുന്നതാണ്. അതേസമയം വാങ്മയ തപസ് എന്ന് പറയുന്നത് എന്താണ്? സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്വേഗം ഉണ്ടാക്കാത്തതും ഹിതകരമായ സംഭാഷണം, പതിവായി വേദമന്ത്രോച്ചാരണം എന്നിവ ഉള്ളതിനെയാണ് വാങ്മയ തപസ് എന്ന് പറയുന്നത്. പിന്നെ മാനസികമായ തപസ് എന്ന് പറയുന്നത് എന്താണ്? മാനസികമായിട്ടുള്ള തപസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് വെച്ചാൽ, ഇന്ദ്രിയ ഭോഗങ്ങളിലുള്ള വിരക്തിയാണ് മാനസിക തപസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നമുക്ക് ഇന്ദ്രിയങ്ങളിലുള്ള ഭോഗങ്ങളിലുള്ള വിരക്തി ആദ്യം ഉണ്ടാകണം. അപ്പൊ എന്ത് പറ്റും? മാനസികമായ തപസ്സില് സംതൃപ്തി ഉണ്ടാവും. സൗമ്യത, മൗനം, ആത്മസംയമനം, സ്വഭാവശുദ്ധി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മാനസികമായി മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, അത് ഭഗവാൻ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അതിനനുസരിച്ചുള്ളതായിരിക്കും മാനസികമായ തപസ്. രജോ ഗുണികളായ ആളുകൾ എല്ലാവരും എന്നെ അറിയണം പിന്നെ എന്നുള്ള ഒരു ധാരണയുള്ള ആളുകളാണ് ഉണ്ടാവുക. അവര് 16 മാലകള് ജപിക്കും, നിർജ്ജല ഏകാദശി എടുക്കും, ഭാഗവതം വായിക്കും, ഭഗവത്ഗീത വായിക്കും, ചൈതന്യ ചരിതാമൃതം വായിക്കും. പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണ് ഇവര് ചെയ്യുന്നത്. മറ്റുള്ളവരെ കാണിക്കുക, ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയും ചെയ്യും, ഞാനത് ചെയ്തു, ഇത്ര മാലകൾ ജപിച്ചു, ഇന്ന ദിവസം എല്ലാം പറയുകയും ചെയ്യും. അതാണ് രജോ ഗുണക്കാരുടെ സ്വഭാവം. പിന്നെ രജോ ഗുണത്തില് നിന്ന് നമുക്ക് സത്വഗുണത്തിലേക്ക് ഉയർന്ന ആളാണ് ധ്രുവ മഹാരാജാവ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തില് ധ്രുവ മഹാരാജാവിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ധ്രുവ മഹാരാജാവ്? സുരുചി ഇങ്ങനെ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പോയപ്പോ ഇരിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ വന്നു കഴിഞ്ഞ് വിഷമായി, മനസ്സ് വേദനിച്ചു. അപ്പൊ എന്ത് ചെയ്തു? തപസ് ചെയ്യാൻ പോയി. അമ്മയുടെ അടുത്ത് പോയപ്പോ പറഞ്ഞു ഭഗവാന്റെ അടുത്ത് പറയാന്ന്. അപ്പൊ അങ്ങനെ തപസ് ചെയ്യാനായിട്ട് പോയപ്പോൾ വഴിയിൽ വെച്ച് നാരദ മുനിയെ കണ്ടു, നല്ലൊരു ഗുരുവിനെ കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ അങ്ങനെ തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്തു പറ്റി? പറഞ്ഞു, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? ഭഗവാനെ കണ്ടപ്പോ പിന്നെ ഒന്നും വേണമെന്ന് തോന്നിയില്ല. കാരണം പിന്നെ അപ്പോ ധ്രുവ മഹാരാജ് പറഞ്ഞു, ഞാൻ
ഈ വളപ്പൊട്ടുകൾ അന്വേഷിച്ച് വളപ്പൊട്ടുകളാണല്ലോ ദൈവമേ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചത്, പക്ഷെ എനിക്ക് ജുവൽസും പിന്നെ ഡയമണ്ടും വൈഡൂര്യം ഒക്കെ ആണല്ലോ തന്നിരിക്കുന്നത്. എനിക്ക് ഒന്നും വേണ്ട, ഭഗവാനെ കണ്ടപ്പോൾ സംതൃപ്തിയായി, എനിക്ക് പിന്നെ എന്താണ് ഭക്തി മാത്രം തന്നാ മതി എന്ന് ധ്രുവ മഹാരാജ് പറയും. അത് രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് പോയിട്ടുള്ള ഇതാണ്. അപ്പൊ നമ്മള് രജോ ഗുണത്തിൽ നിൽക്കുകയാണെങ്കിൽ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്, ഉയരാനുള്ള സാധ്യതയുണ്ട്, സത്വഗുണത്തിൽ പോകാൻ സാധ്യതയുണ്ട്, തമോ ഗുണത്തിൽ വീഴാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരു സത്വഗുണത്തിൽ പോകാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു കഥയുണ്ട് ഇതില്, ത്രിശങ്കുവിന്റെ കഥ. അതായത് ത്രിശങ്കു എന്ത് ചെയ്തു, ഒരു ദിവസം വസിഷ്ഠമുനിയുടെ അടുത്ത് പോയി പറഞ്ഞു, ഒരുവിധ ക്വാളിഫിക്കേഷനും ഇല്ല, ഒന്നുമില്ല, സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് വസിഷ്ഠമുനിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോ നിനക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റണത്, നിനക്ക് അതിനുള്ള ക്വാളിറ്റീസ് ഒന്നും ഇല്ല, നീ അതിനുള്ള പുണ്യപ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ എങ്ങനെയാണ് നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുക? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് സ്വർഗത്തിൽ പോകണം, അതെന്റെ ആഗ്രഹമാണെന്ന് പറയും. അപ്പോ പറയും അത് പറ്റില്ല എന്ന് പറയുമ്പോ പോകും, അവിടെ നിന്ന് പോയിട്ട് എവിടെ പോണത്, വിശ്വാമിത്ര മുനിയുടെ അടുത്ത്, വിശ്വാമിത്ര മഹർഷിയുടെ അടുത്ത് പോകും. അവിടെ കുടീരത്തിന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ഇങ്ങനെ പറയും, എനിക്ക് ഇങ്ങനെ വസിഷ്ഠമുനി ഇങ്ങനെ വിട്ടില്ല, സ്വർഗത്തിൽ പോണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരും ഇല്ല സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, അങ്ങനെയാണോ, എന്നാല് ഞാൻ നിന്നെ പറഞ്ഞേക്കാം, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കാരണം എന്താന്ന് വെച്ചാല് വസിഷ്ഠമുനി വിശ്വാമിത്രന്റെ ശത്രുവാണ്. അപ്പൊ അങ്ങനെ ആയപ്പോ ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു, ഒന്നും ചിന്തിക്കാതെ പറഞ്ഞു. ഇദ്ദേഹത്തെ ത്രിശങ്കുവിനെ അവിടെ പറഞ്ഞയച്ചപ്പോ എന്ത് പറ്റി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ ചോദിച്ചു, പിന്നെ ഇതാരാണ് ഇവിടെ വന്നിരിക്കുന്നത്, എങ്ങനെ ഇവിടെ എത്തി, യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ല, നീ യാതൊരു പുണ്യം ചെയ്യാതെ ഇവിടെ വരാനുള്ള ഇതില്ലല്ലോ, നീ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ചോദിക്കും. അപ്പൊ ഇവിടെ നിന്ന് പോണെന്ന് പറയുമ്പോ അവിടെ നിന്ന് പോകും. അപ്പൊ വിശ്വാമിത്ര മുനിയുടെ അടുത്ത് വന്നപ്പോ മനസ്സിലായി ഇത് തിരിച്ചു വന്നിട്ടുണ്ട്, എനിക്ക് മോശമാവും എന്ന് പറഞ്ഞു. അതാണ് ഇവര് ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ചിന്തിക്കാതെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ സംഭവിക്കും. അങ്ങനെ ഒരു കഥ. അതേപോലെ വേറൊരു ഉദാഹരണം കൂടി, ഒരു തമാശ കഥയാണ്, ഒരു ഫണ്ണി ആയിട്ടുള്ള കഥയാണ്, നടന്ന കാര്യം ഞാൻ എവിടെയോ കേട്ടതാണ്. അതായത് ഒരിക്കലും ഇങ്ങനെ റോഡിൽ കൂടി ഒരു കാറിൽ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ പോവാണ്. അതിന്റെ പുറകെ വേറൊരു ഫാമിലി ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പുറകിലത്തെ കാറ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് ഈ കാറിനെ ഓവർടേക്ക് ചെയ്ത് പോയി. അപ്പൊ ഈ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്ത് നോക്കിയാ ഓടിക്കണത്, നിങ്ങൾക്ക് ശരിക്ക് കാർ ഓടിക്കാൻ അറിഞ്ഞൂടെ, എത്ര സാവധാനമാണ് നിങ്ങൾ ഓടിക്കുന്നത്, മറ്റേ ഫാമിലി കണ്ടില്ലേ മുമ്പിലേക്ക് പോയിരിക്കുന്നത്. അപ്പോ എന്ന് പറഞ്ഞപ്പോ, ഓ അങ്ങനെയാണോ, മുമ്പിൽ പോണ, ശരി എന്നും പറഞ്ഞിട്ട് കാർ ഓടിക്കാൻ തുടങ്ങി. സ്പീഡിന് കാർ ഓടിക്കാൻ തുടങ്ങി. സ്പീഡിന് കാർ ഓടിച്ച് കഴിഞ്ഞപ്പോ എന്ത് പറ്റി, ഇങ്ങനെ ഓടിച്ച് അവരെ ഓവർടേക്ക് ചെയ്തൊക്കെ പോയി കഴിഞ്ഞപ്പോ കുറെ ദൂരം ചെയ്തു കഴിഞ്ഞപ്പോൾ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ എനിക്ക് കാർ ഓടിക്കാൻ അറിയാം, ഞാൻ നല്ലോണം സ്പീഡിൽ ഓടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഭാര്യ ചിരിച്ചു. എന്താ കാര്യം? ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഓടിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു 20 കിലോമീറ്റർ മുമ്പേ നിങ്ങൾ റൈറ്റ് ടേൺ എടുക്കേണ്ടതായിരുന്നു. നിങ്ങൾ ഓടിക്കണമെന്ന് പറഞ്ഞു, ശരി ഓടിക്കാന്ന് പറഞ്ഞു. എന്താണ് ചെയ്തത്? വെറുതെ ഓടിച്ചു, ഒന്നും ചിന്തിച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. അവർ ചിന്തിക്കാതെ ഓരോ കാര്യങ്ങളാണ് രജോ ഗുണത്തിലുള്ളവർ ചെയ്യുന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇത് ഞാൻ പറഞ്ഞത്. പിന്നെ സത്വഗുണമുള്ളവർ എന്താണ്, ഭഗവാനെ എന്ത് ചെയ്യും? സത്വഗുണമുള്ളവർ എന്ത്, ഭഗവാനെ ആരാധിക്കും, വൈഷ്ണവ സേവ ചെയ്യും, മറ്റുള്ളവരോട് അസൂയോ മത്സരബുദ്ധിയോ ഒന്നും സത്വഗുണമുള്ളവർക്ക് ഉണ്ടാവുകയില്ല. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആരെ പറയാന്നത്, അംബരീഷ മഹാരാജാവ് വലിയ ഭക്തനായിരുന്നു. അപ്പൊ എന്താണ്, ഒരിക്കല് ഒരു കൊല്ലത്തെ നിർജ്ജല ഏകാദശി എടുത്തു കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മുനി വന്നു. പാരണ വീട്ടണ സമയത്ത് വന്നു കഴിഞ്ഞപ്പോ, കഥയെല്ലാം നിങ്ങൾക്കറിയാം, ഞാൻ വിസ്തരിച്ച് പറയണ്ട. അപ്പൊ അതിന്റെ കോൺസിക്വൻസസും ദുർവാസാവ് മുനി അനുഭവിച്ചു. അതായത് സുദർശന ചക്രം പുറകെ വന്നതും എല്ലാം നിങ്ങൾക്കറിയാം. അവസാനം അംബരീഷ്, അതാണ് ഭക്തന്മാരെ
ഭക്തന്മാരെ വിഷമിപ്പിച്ചാല് ഭഗവാൻ സഹിക്കുകയില്ല എന്ന് പറയുന്നത്. അത് അതിന് ഒരു ഭഗവത്ഗീതയിൽ തന്നെ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഭക്തന്മാരെ എപ്പോഴും രക്ഷിക്കുന്നത് എന്താണത്, പിന്നെ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വശാന്തിന ഗച്ഛതി കന്ദേയ പ്രതിജാനഹി നാമി ഭക്ത പ്രണശ്യതി എന്ന് പറയുന്നത്. അതായത് ഭക്തന് ഒരിക്കലും ഇതുണ്ടാവില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. അപ്പോ അതാണ് ആ കഥ. പിന്നെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ഭക്തന് സ്വന്തം പ്രജകൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതാണ് നമ്മൾ ചെയ്യേണ്ടത്, തപസ് ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ തപസ് ചെയ്യുക, അതാണ് നമുക്ക് കൃഷ്ണനെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് പറഞ്ഞു. അതേപോലെ വേറൊരു ഉദാഹരണമാണ് നമ്മുടെ പരീക്ഷിത്ത് മഹാരാജാവ്. ആ കഥയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പരീക്ഷിത്ത് മഹാരാജാവ് ഇതാണ്, പിന്നെ ഗംഗാതടത്തിൽ പോയിരുന്ന് ഇനി 7 ദിവസമേ ഉള്ളൂ മരിക്കാൻ എന്ന് അറിഞ്ഞിട്ട് അപ്പൊ സുഖദേവ ഗോസ്വാമി ഇങ്ങനെ എന്ത് ചെയ്യണം, എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റി, ഈ 7 ദിവസം ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് സുഖദേവ ഗോസ്വാമി നമുക്ക് ഇങ്ങനെ പരീക്ഷിത മഹാരാജാവ് ചോദിച്ചത് കൊണ്ട് നമുക്ക് ഭാഗവതം കിട്ടി. അങ്ങനെ നമുക്ക് ഭാഗവതം കിട്ടാനൊരു അനുഗ്രഹമായി അത്. അതേസമയം രജോ ഗുണമുള്ളവരെന്താ ചെയ്യുന്ന, സ്വന്തം കാര്യത്തിനും പ്രശസ്തിക്കും പിന്നെ പേരിനും വേണ്ടിയാണ്. മറ്റുള്ളവരോട് അവർക്ക് എന്താണ്, അസൂയായിരിക്കും, എപ്പോഴും അസൂയാണ്, പിന്നെ ഈഗോ ആണ്, അതേസമയം മത്സരബുദ്ധിയാണ്. അങ്ങനെയായിരിക്കും അവരുടെ ഇത്. അതിന് ഒരു ചെറിയ ഉദാഹരണം, ഒരിക്കല് ഒരു ആള് ശിവനെ ഇങ്ങനെ ഭജിച്ചു. ശിവൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണല്ലോ. അപ്പോ ഇങ്ങനെ ഒരുപാട് തപസ് ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് 2 കാറ് വേണം, വലിയ കൊട്ടാരം പോലെയുള്ള ബംഗ്ലാവ് വേണം, കുറെ ധനം വേണം, ഹെൽത്ത് വേണം, വെൽത്ത് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി, ഞാൻ തരാന്ന് പറഞ്ഞു. കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ വലിയ കൊട്ടാരം, പിന്നെ 2 കാറുകള്, കുറെ പൈസ എല്ലാം ഉണ്ടായി. അപ്പോഴുണ്ട് നോക്കുമ്പോൾ അടുത്ത വീട്ടില് അവരുടെ വീട് അതിലും വലുത്, അവർക്ക് അതിലും കൂടുതൽ കാറുകള്, അതിലും കൂടുതൽ സ്വത്ത് എല്ലാം ഉണ്ട്. അപ്പൊ അസൂയ വന്നു. ഇവരുടെ സ്വഭാവമാണത്. അസൂയ വന്നപ്പോ എന്ത് ചെയ്തു, വീണ്ടും ശിവന്റെ അടുത്ത് ഓടി. അപ്പൊ പറഞ്ഞു, എന്താണ് ഇത് ഇങ്ങനെ ചെയ്തത്, എനിക്ക് ഇത്ര എന്താന്ന്. അപ്പൊ പറഞ്ഞു, പിന്നെ അയാളും എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, ഞാൻ അയാൾ ചോദിച്ചത് വരം കൊടുത്തു, അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ മത്സരബുദ്ധിയും അസൂയൊക്കെ ആണല്ലോ. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ആവുമ്പോ എൻ്റെ ഒരു കാർ എനിക്ക് വേണ്ട. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തയിൽ പറഞ്ഞു, എനിക്കൊരു കാറ് വേണ്ട, എൻ്റെ ഒരു കാറ് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാറ് എനിക്ക് കൊടുത്തതിലും ഡബിൾ ആണല്ലോ അയാൾക്ക് കൊടുത്തത്. അപ്പൊ അതേപോലെ എൻ്റെ ഒരു കാറ് വേണ്ട എനിക്ക് എന്ന് പറഞ്ഞു. ശരി, അപ്പോ അയാളുടെ 2 കാറ് പോകും. എൻ്റെ ഒരു കാറ് പോയാൽ അയാളുടെ 2. എനിക്ക് ഒരു കണ്ണ് വേണ്ട, അപ്പൊ അയാളുടെ 2 കണ്ണ് പോകും. അങ്ങനെ ഉള്ള ഈ ചിന്തകളാണ് ഈ രജോ ഗുണത്തിലുള്ള മത്സരബുദ്ധിയും ഉള്ളവർക്ക് ഉണ്ടാവുന്നത്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാനുള്ളത്. അങ്ങനെ എന്ത് കിട്ടിയാലും അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. ഇപ്പൊ ഒരു കൊട്ടാരം പണിത് അല്ലെങ്കിൽ വീട് പണിത് അവര് വിചാരിക്കുന്നത് എന്താണ്, എപ്പോഴും ഈ ലോകാവസാനം വരെ എനിക്ക് ഇവിടെ തന്നെ താമസിക്കാൻ പറ്റും, ഈ വീട്ടിൽ തന്നെ എപ്പോഴും സുഖമായിട്ട് താമസിക്കാൻ പറ്റും, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ താമസിക്കാൻ പറ്റും എന്നാണ് അങ്ങനെയുള്ളവര് വിചാരിക്കുന്നത്. അതാണ് പറയുന്നത്. അപ്പോ പറയണെങ്കില് ഈ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, എന്താണ്, ബ്രഹ്മാണ്ട ഭ്രമിതി കോന ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തിലതാ ബീജ എന്ന് പറയുന്നത്. അതായത് ജന്മമരണമുള്ളവരുടെ ആവർത്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏക പരിഹാരം ഇതാണെന്ന് പറയുന്നത് രൂപഗോസ്വാമിക്ക് ഉപദേശം കൊടുത്തതാണ്. ചൈതന്യ ചരിതാമൃതത്തിലെ 951 മധ്യലീലയില് ഇങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ ചൈതന്യ മഹാപ്രഭു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അസത്സംഗത്യാഗ ഏയി വൈഷ്ണവ ആചാര. അതായത് അസത്ത് മീൻസ് അഭക്തരായിട്ടുള്ളത്, ഭക്തന്മാരല്ലാത്തവരെ ആയിട്ടുള്ള ചങ്ങാത്തം ഞങ്ങൾ ഉപേക്ഷിക്കണം.
സത്യം പറഞ്ഞാൽ ഈവൻ ദോ നമ്മുടെ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും എന്നാണ് പറയുന്നത്. അതായത് ചേമ്പിലയിൽ വെള്ളം നിൽക്കുന്ന പോലെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് തന്നെ ഉണ്ട്, ശരി. പക്ഷെ അഭക്തരാകുമ്പോൾ നമ്മൾ അധികം കൂട്ടുകെട്ട് പാടില്ല എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നത്. അവരുടെ ചങ്ങാത്തം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഭക്തിയുത വേറൊരു കഥ എന്താന്ന് വെച്ചാൽ ഇതില് ഒരു കഥയും കൂടി ഞാൻ പറയാം. അതായത് വൃക്കോദരൻ, അതായത് ഭസ്മാസുരന്റെ കഥയാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഭസ്മാസുരൻ? ഭസ്മാസുരൻ ഇങ്ങനെ ശിവനെ ഒരുപാട് തപസ് ചെയ്ത് സന്തോഷിപ്പിച്ചു. കുറേ തപസ് ചെയ്തിട്ട് ഒന്നും ശരിയാവുന്നില്ല. അപ്പോ ഇങ്ങനെ അവസാനമായിട്ടപ്പോ ശിവൻ പ്രസാദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭസ്മാസുരൻ എന്ത് ചെയ്തു, ഞാൻ സ്വന്തം എൻ്റെ കഴുത്ത് അറുക്കാൻ പോവാണ്, വെട്ടാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിച്ചു, എന്ത് വരമാണോ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് ഞാൻ ആരുടെയെങ്കിലും തലയിൽ കൈവച്ചാല് അവര് ഭസ്മമായിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ശിവൻ അപ്പൊ വിചാരിച്ചു, ഇത് എങ്ങനത്തെ വരമാണ്, എങ്ങനെ ഇത് കൊടുക്കാണ്ടിരിക്കുക എന്ന് വിചാരിച്ചു. അപ്പോ ശരി എന്ന് പറഞ്ഞു. അവസാനം നിവൃത്തിയില്ലാണ്ടായി ശരി എന്ന് പറഞ്ഞു. അപ്പോ ഇയാൾ എന്ത് ചെയ്തു, ആദ്യം അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവന്റെ പുറകെ ഓടാൻ തുടങ്ങി. ശിവന്റെ തലയിൽ കൈവയ്ക്കാനായിട്ട് ഓടാൻ തുടങ്ങി. അപ്പോഴുണ്ട് ശിവന് പേടിയായി. ശിവൻ ഓടിത്തുടങ്ങി. ശിവൻ ഓടിത്തുടങ്ങിയപ്പോൾ പിന്നെ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണൻ ചോദിച്ചു, ഇയാൾ ഓടുന്ന കണ്ടിട്ട് ചോദിച്ചു, ഭസ്മാസുരൻ ഓടുന്ന കണ്ടിട്ട് എങ്ങോട്ടാണ് ഓടണത്, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വരം തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്, വരം തന്ന ആളുടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് എങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യാം, ഇത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ നമ്മൾ നോക്കുക, മറ്റുള്ളവർ ആദ്യം നമ്മൾ സ്വയം പരീക്ഷിച്ചത് നോക്കുക, എന്നിട്ടല്ലേ മറ്റുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നമ്മൾ ഇത് പരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ വർക്കായില്ലെങ്കിൽ എന്ത് ചെയ്യും, അതുകൊണ്ട് സ്വന്തമായിട്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കണം ഇത് എന്ന് പറഞ്ഞു. അപ്പൊ ശരി, അപ്പൊ സ്വന്തമായിട്ട് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് അത് തലയിൽ കൈവച്ചപ്പോ ഭസ്മമായിട്ട് പോയി. അതാണ് കൃഷ്ണന്റെ മഹത്വം, കൃഷ്ണന്റെ ട്രിക്ക്. കൃഷ്ണൻ ഏതൊരു കാര്യത്തിലും അങ്ങനെ ആണ് എന്നാണ് പറയുന്നത്. അപ്പോ അതാണ് കാര്യം പറയുന്നത്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല്, പിന്നെ നമ്മൾ ഈ ഭക്തിയുത സേവനത്തിൽ ഒരുപാട് മുമ്പോട്ട് പോകണം എന്നുള്ളത് ആഗ്രഹമുണ്ട് നമുക്ക്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 4-5 കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നമ്മൾ ഭഗവാന്റെ ഇതില് പുരോഗതിയിൽ പോകാനായിട്ട് ഭക്തന്മാരെ സേവിക്കുക. അതായത് കൃഷ്ണന്റെ ഭക്തന്റെ ദാസന്റെ 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 ദാസനാവാനാണ് നമ്മൾ നോക്കുന്നത്. ഡയറക്റ്റ് ഭക്തൻ ആയില്ലെങ്കിലും ഇങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഭക്തിയുത സേവനത്തിൽ പുരോഗമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം ഭഗവാന്റെ നാമം ഒരു നിശ്ചിത അളവിൽ നമ്മൾ ജപിക്കുക, പിന്നെ വിഗ്രഹ ആരാധന ചെയ്യുക, പിന്നെ സാക്ഷാത്കാരം ലഭിച്ച വ്യക്തികളിൽ നിന്ന് ഭഗവത്ഗീത, ഭാഗവതം, കൃഷ്ണകഥകള് ഇതെല്ലാം കേൾക്കുക. പിന്നെ ഭക്തിയുത സേവനത്തിന് പിന്നെ പറ്റിയ ഒരു സ്ഥലം, പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭക്തിയുത സേവനത്തിൽ കുറെ അങ്ങ് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി യജ്ഞത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? ഗൃഹസ്ഥന്മാര് ചെയ്യേണ്ട ഗൃഹസ്ഥന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് യജ്ഞം ചെയ്യുക എന്നുള്ളത്. അപ്പോ ഈ യജ്ഞം ചെയ്യാൻ ഈ ബ്രഹ്മചാരികളാവട്ടെ, വാനപ്രസ്ഥരാവട്ടെ, അല്ലെങ്കിൽ സന്യാസികളാവട്ടെ, അവരൊന്നും സമ്പത്തൊന്നും സമ്പാദിക്കുന്നില്ല. അവരൊക്കെ അവരവരുടെ അന്നുള്ള ജീവിതം ഇങ്ങനെ എവിടെയെങ്കിലും പോയി ആരെങ്കിലും തന്നത് കഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, ഈ യജ്ഞങ്ങൾ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ചെലവുണ്ട്. പിന്നെ അത് നിറവേറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് അതിനനുസരിച്ചുള്ള ബ്രാഹ്മണന്മാരില്ല, അത്രയും വിവരമുള്ള ബ്രാഹ്മണന്മാര് ഇല്ല, ഇത്രയും കഴിവുള്ളത് ഇത് ചെയ്യാൻ പറ്റിയവര്. അതിനനുസരിച്ചുള്ള സാമഗ്രികൾ, നെയ്യ്, അങ്ങനെയുള്ള പരിശുദ്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതൊക്കെ ഈ കലിയുഗത്തിൽ നമുക്ക് നിർവഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാല്, നമ്മുടെ ചൈതന്യ മഹാപ്രഭു എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പിന്നെ ഈ കലിയുഗത്തിൽ ചെയ്യേണ്ടത് യജ്ഞമാണ്, നാമസങ്കീർത്തന യജ്ഞം. അതാണ് ഏറ്റവും അത്യുത്കൃഷ്ടമാണ്. അതേസമയം പണച്ചെലവില്ല അതിന്. നമ്മൾ
ചൊല്ലിയാൽ മാത്രം മതി എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിട്ടുള്ളത് ഹരേ കൃഷ്ണ മഹാമന്ത്രം. പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് ഭൗതികതയിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതികതയിൽ കുടുങ്ങി കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണ്. ഭഗവാന്റെ ഉപദേശങ്ങളൊന്നും നമ്മൾ അനുസരിക്കുകയില്ല. നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ സാധിക്കുന്നതാണ്. ഇവിടെയുള്ളത് നശ്വരമായിട്ടുള്ള ലോകമാണ്. ഇവിടെ ഒരിക്കലും ഇത് നമുക്ക് സമാധാനമോ സന്തോഷമോ ഒന്നും കിട്ടിയിട്ടില്ല. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, നമ്മൾ ആരുടെ അംശമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ശ്രമം നമ്മൾ ചെയ്യണം. അതിന് ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താണ്? മമേ വംശോ ജീവലോകെ എന്നുള്ള ശ്ലോകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഭഗവാന്റെ അംശമാണ്. ജീവേരെ സ്വരൂപേയ കൃഷ്ണേര നിത്യദാസ എന്നാണ് പറയുന്നത്. നമ്മൾ കൃഷ്ണന്റെ നിത്യദാസന്മാരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഈ ഇങ്ങനെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വരാൻ ആരും ഇഷ്ടപ്പെടില്ല. കൃഷ്ണാവബോധത്തിൽ വന്നവർ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൃഷ്ണാവബോധത്തിൽ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടാമത്തെ ജന്മമുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ടും പ്രഭുപാദരുടെ ബുക്കുകളൊക്കെ വായിച്ചപ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്. അപ്പൊ ഭഗവത്ഗീതയിൽ തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് 4-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? ജന്മകർമ്മേച്ചമേ ദിവ്യം യോമേ വേത്തി തത്വതഃ ത്യക്ത ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. അതായത് എൻ്റെ ജന്മത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും അതീന്ദ്രമായ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രഹിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഒരു മരണം സംഭവിച്ചാൽ തന്നെ അയാൾ വീണ്ടും ഈ ഭൂലോകത്തിൽ പിറക്കുന്നില്ല. അയാള് എൻ്റെ ശാശ്വതമായിട്ടുള്ള എൻ്റെ ധാമത്തിൽ എത്തിച്ചേരും എന്നാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ജീവിതം വേണം നയിക്കാനായിട്ട്. അതായത് എന്താ ചെയ്യേണ്ടത്? എപ്പോഴെപ്പോഴും കൃഷ്ണചിന്ത, നമ്മുടെ ഭഗവത് ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ, എനിക്ക് അത് വേണം ഇത് വേണം, എന്തും ഈ ഭൗതിക ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല, നശ്വരമാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാനുള്ള ഏതെല്ലാം വഴികളെന്ന് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ഭഗവാന്റെ ചിന്തയിൽ എപ്പോഴും കഴിയണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും എന്താണ്? കാത് എന്ത് ചെയ്യാനാണ്? പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യാനാണ്? കൃഷ്ണകഥകള്, കൃഷ്ണലീലകള് കേൾക്കാനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ നാവ് എന്തിനാ ഉപയോഗിക്കേണ്ടത്? നാവ് നമുക്ക് പ്രസാദം കഴിക്കുക, നാമം ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്യുക. അല്ലാതെ പിന്നെ ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, നാമം ജപിക്കുക, പ്രസാദം കഴിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രസാദം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ്, ശരീരം എല്ലാം ശുദ്ധമാകും. അങ്ങനെ ശുദ്ധമാകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പരിശുദ്ധമായിട്ടുള്ള ചിന്തകളും ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വരും. അല്ലെങ്കിൽ ഈ ഭൗതിക വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ എന്താ പറ്റുക? ഒരു കഥയുണ്ട്. എന്താന്ന് വെച്ചാല് ഭൗതിക വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വർഷക്കാലം ആവുമ്പോ മഴയൊക്കെ വരുമ്പോൾ ഈ തവളകളൊക്കെ വരൂലേ? തവളകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ആ തവളകളൊക്കെ വന്ന് ഇങ്ങനെ പൊക്രോം പൊക്രോം എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം ഉണ്ടാക്കുമ്പോ എന്താ പറ്റണത്? പാമ്പുകൾക്ക് മനസ്സിലായി തവള ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത്. അപ്പോ തവളകൾ വന്ന് അതിനെ അവനവൻ തന്നെ അവനവന്റെ ശവക്കുഴി തോണ്ടുകയാണെന്ന് പറഞ്ഞ പോലെ അവർ വന്ന് തവളെ വിഴുങ്ങി ഇതാക്കും, പാമ്പുകൾ. അതാണ് നമ്മുടെ അത് പറയുന്നത്. പിന്നെ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് അശാശ്വതമാണ്, ശാശ്വതമല്ല. എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുന്നു, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റൂല. അതുകൊണ്ട് എന്താ പറയണ,
പദം പദം യത് വിപദം എന്നാണ് പറയുന്നത്. എന്തും സംഭവിക്കാം. ഓരോ അടി വയ്ക്കുമ്പോഴും അപകടമാണ് പതിയിരിക്കുന്നത്. നമ്മൾ അത് അറിയണുണ്ടാവില്ല അതില് ഇതാച്ചില്ല. അപ്പോ ഭഗവാൻ പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഈ ലോകത്ത് ജീവിക്കുന്നതിൽ നല്ലത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയണ് എന്താണ്? ഒരു 9-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് പശ്യസി കന്ദേയ തത്കുരുഷ മദർപ്പണം എന്നാണ് പറയണത്. എന്താ അത് പറയണത്? അതിന്റെ അർത്ഥം എന്താണ്? യത് കരോഷി എന്ന് വെച്ചാല് നീ എന്ത് ചെയ്യുന്നുവോ, അല്ലെങ്കിൽ എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, അല്ലെങ്കിൽ എന്ത് ദാനം ചെയ്യുന്നുവോ, അല്ലെങ്കിൽ എന്ത് തപസ്സനുഷ്ഠിക്കുന്നുവോ അതെല്ലാം എന്നിലായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയണത്. അതുപോലെ വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട്, 8-ാമത്തെ അധ്യായത്തില് സർവകാലേഷു ആമനുസ്മര യുദ്ധച എന്ന് പറയുന്നത്, എന്നെ സ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യുക അർജുനനോട് പറയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ്. അപ്പൊ അത് ചെയ്താൽ നിനക്ക് വിജയമുണ്ടാകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് എന്തും ചെയ്യുമ്പോഴും. അപ്പം നമ്മൾ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട്, കൃഷ്ണനെ ഇത് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കൃഷ്ണനെ അർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. എന്ത് ചെയ്യുമ്പോഴും അപ്പോൾ കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞ ഒരാൾക്കൊരു ദാനം കൊടുക്കുമ്പോഴായാലും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴും, നാമം ജപിക്കാൻ പോകുമ്പോഴും ഒക്കെ അത് ചെയ്യണം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് കൃഷ്ണനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലവണ്ണം സാധന ചെയ്യണം. സാധന ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഭക്തി വിനോദ് ടാഗോർ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ വായ നിറയുന്നത് വരെ നമ്മൾ നാമം ജപിക്കണം എന്നാണ് പറയുന്നത്. വായ നിറയുന്നത് വരെ നാമം ജപിക്കണം. പക്ഷേ നമ്മൾ അതല്ല ചെയ്യുന്നത്. വായ നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കും, പക്ഷെ നാമം ആണ് നമ്മൾ വായ നിറയുന്നത് വരെ ജപിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ഒരു വൈഷ്ണവനാകുമ്പോൾ ശരിക്കും പറഞ്ഞാലും നമുക്ക് ഇന്ദ്രിയ നിയന്ത്രണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വിശ്വാസം വേണം. നമ്മൾ സാധന ചെയ്യുമ്പോൾ ആത്മാർത്ഥമായ ശ്രദ്ധയോടും കൂടി സാധന ചെയ്താല് കൃഷ്ണൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണൻ നമ്മളെ രക്ഷിക്കുന്നതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ ജനിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണ്? നമ്മുടെ ശ്രീല പ്രഭുപാദ്, ചൈതന്യ മഹാപ്രഭു, ആചാര്യന്മാര്, ഗോസ്വാമികള്, ഇവരെല്ലാം പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്നും ഈ ഭവസാഗരത്തിൽ നിന്നും എല്ലാം നമുക്ക് രക്ഷപ്പെട്ട് സ്വധാമത്തില്, അതായത് കൃഷ്ണന്റെ ശാശ്വതമായ ഗോലോകധാമത്തിൽ എത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. പ്രഭുപാദർ പറഞ്ഞ പോലെ, ആചാര്യന്മാര് പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്താൽ മതി. 16 മിനിമം എന്നാണ് 16 കഴിഞ്ഞാൽ ചൊല്ലരുത് എന്നുള്ളതല്ല. മിനിമം 16 മാലകളെങ്കിലും ശ്രദ്ധയോടും ഭക്തിയോടും പ്രേമത്തോടും കൂടി നമ്മൾ അത് ചൊല്ലുക. 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ആചരിക്കുക. അതെല്ലാം നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് ആചരിക്കുക, ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, ചൈതന്യ ചരിതാമൃതം വായിക്കുക. അങ്ങനെ ഈ ബുക്കുകളൊക്കെ വായിക്കുക, പഠിക്കുക. വായിച്ചാൽ മാത്രം പോരാ, അത് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞ് അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഗുരുവിനെയും കൃഷ്ണനെയും സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഞങ്ങള് ഭക്തിവൃക്ഷ ക്ലാസ്സിൽ ആദ്യം ചേർന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് ശിക്ഷാഗുരുവായിട്ടുള്ള നമ്മുടെ രാധാസിംഗ് മാതാജി എപ്പോഴും പറയും, ഒരു പേജ് വായിക്കാം, നിങ്ങൾ ഒരു പേജ് വായിച്ചാൽ മതി, ദിവസവും ഒരു പേജ് വായിക്കുക എന്ന് പറയും. അതിപ്പോഴും ഞാൻ ഇങ്ങനെ കൺമുമ്പിൽ ചെവിയിലും കേൾക്കാം, ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ എപ്പോഴും. ഒരു പേജെങ്കിലും ഒരു ദിവസം നിങ്ങൾ വായിക്കുക. അങ്ങനെ ചെറിയ ചെറിയ ബുക്കുകൾ നിങ്ങൾ മേടിക്കാം. 2-3 ബുക്ക് മേടിക്കുക. 30 രൂപയെ അതിനേ ഉള്ളൂ. കൃഷ്ണായനം മേടിക്കുക, ആരോഹണം, കൃഷ്ണാവബോധം, വഴികാട്ടി, അങ്ങനെ കുറെ ബുക്കുകള് പേരുകളൊക്കെ പറഞ്ഞു. അപ്പൊ ആരോഹണം, അവരോഹണം, ആ ബുക്കുകളൊക്കെ വായിക്കുക. അങ്ങനെ ഒരു 5-6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ബുക്കുകളൊക്കെ വായിച്ചു അങ്ങനെ നിങ്ങൾ കയറി. അപ്പൊ അതാണ്, അങ്ങനെയാണ് വായിച്ച് വന്നു കഴിഞ്ഞു. ഇപ്പോ ചരിതാമൃതം, ഭഗവത്ഗീത വായിച്ചു, ഭാഗവതം വായിച്ചു കഴിഞ്ഞു, 2ാമത് തുടങ്ങി പിന്നെ ചൈതന്യ ചരിതാമൃതം വായിച്ചു കഴിഞ്ഞു, പിന്നെ കൃഷ്ണ ബുക്ക് ഇങ്ങനെ ഓരോ ബുക്കുകളും, ഇങ്ങനെ ഇഷ്ടംപോലെ ബുക്കുകൾ. പ്രഭുപാദരുടെ ഏതൊക്കെ ബുക്ക് കിട്ടുന്നുണ്ടോ, ഒരു ഷെൽഫ് നിറച്ചു ഇപ്പൊ ബുക്കുകളാണ്. പക്ഷെ ഇനിയും പൊട്ടിക്കാത്ത ബുക്കുകളുണ്ട്, വായിച്ചിട്ട് ഇനിയും വായിക്കാൻ പറ്റാത്ത ബുക്കുകളുണ്ട്. സത്യം പറഞ്ഞാല് കുന്തി ഉപദേശങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, മൃത്യുഞ്ജയ
മൃത്യുഞ്ജയം ബുക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല, എല്ലാം കൂടി പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ അതൊരു ശീലമായി അങ്ങനെ വായിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. പിന്നെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മള് ഭക്തന്മാർക്ക് മാത്രമേ നമ്മുടെ കൃഷ്ണനോട് വളരെയധികം സ്വതന്ത്രമായിട്ട് ഇടപെടാൻ സാധിക്കൂ. ഭക്തന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഈ കൃഷ്ണൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളെ ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് പതിതാത്മക്കളായ നമ്മളെ ഭൗതിക ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ കൃഷ്ണന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരിക്കൽ പോലും കൃഷ്ണനെ പ്രാർത്ഥിക്കാത്തതും അഭയം പ്രാപിക്കാത്തതുമായ അഗാസുരന്റെ കഥ നമുക്ക് അറിയാം. അത് അഗാസുരൻ കൃഷ്ണനും കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൃന്ദാവനത്തിൽ അവര് പശുക്കളെ മേയ്ക്കാനൊക്കെ പോയപ്പോ ഇങ്ങനെ ഒരു ഗുഹ പോലെ ഇങ്ങനെ അഗാസുരൻ ഇങ്ങനെ വായ തുറന്ന് കിടക്കുകയാണ്. അപ്പൊ ചില കുട്ടികൾ പറഞ്ഞു ഇത് എന്തോ അപകടം പിടിച്ച ഇതാണ്, അതല്ല തോടാണ്, അതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അല്ല എന്ന് പറഞ്ഞു കുറെ കുട്ടികൾ പോയി. അപ്പോ വേറെ കുറെ കുട്ടികൾ പോയി. അപ്പൊ അഗാസുരന് എന്താണ് കൃഷ്ണനും കൂടി തന്റെ ഉള്ളിൽ വരണം എന്നുള്ള ഒരു ധാരണയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കൃഷ്ണൻ വന്നു. കൃഷ്ണൻ വരുന്നവരെ അഗാസുരൻ എന്താ ചെയ്തത്? ആ ഒരു ഫേം ഡിസിഷൻ, ഞാനിപ്പോ ഫേം ഡിസിഷനിൽ ഞാൻ വായ അടക്കിയില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ണടക്കിയില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ തുറന്നു വെച്ച് കിടന്നു. കുട്ടികളെല്ലാം കേറിയിട്ടും അവസാനം പിന്നെ കൃഷ്ണൻ വന്നു കഴിഞ്ഞത് പിന്നെയാണ് അഗാസുരൻ വായ അടച്ചത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ സാധനയും. കാരണം ഞാൻ ഇത്ര മാല ജപിക്കാതെ ഇത് ചെയ്യില്ല, അല്ലെങ്കിൽ ഇത്ര പേജ് ബുക്ക് ഭാഗവതം വായിക്കാതെ ഞാൻ ഉറങ്ങില്ല എന്നുള്ള ഒരു സാധന, നമുക്ക് സാധന വളരെ നിർബന്ധമാണ്. ശരിക്കും പറഞ്ഞാൽ സാധന ചെയ്യാൻ പറ്റിയ സമയം എന്താന്ന് വെച്ചാൽ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ചെയ്യാൻ പറ്റിയത് 5 മണിക്ക് നമ്മൾ മാല എടുക്കുകയാണെങ്കിൽ കയ്യിൽ 7 മണിയാകുമ്പോൾ നമ്മുടെ 16 റൗണ്ട് ചൊല്ലിക്കഴിയും. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഗുരു മഹാരാജ് പറയും ഇങ്ങനെ ആ മാലകൾ ചൊല്ലിക്കഴിഞ്ഞിട്ടേ നിങ്ങൾ ഗേറ്റിന് പുറത്തിറങ്ങാവുന്ന. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഒരു സുഖമുള്ള കാര്യം. നമ്മുടെ കാര്യങ്ങളൊക്കെ ചടപടേന്ന് നടക്കും, വേഗം നടക്കും, ഒന്നും നോക്കണ്ട, ഇത് നടക്കും. പിന്നെ ഭഗവാന്റെ സ്മരണ എപ്പോഴും ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. അതേസമയം ആരാണോ ഭഗവാനെ നിരന്തരം അനന്യ ഭക്തിയോടെ സ്മരിക്കുന്നത് അവരുടെ ഉള്ളില് ഭഗവാൻ എപ്പോഴും സന്നിഹിതനായിരിക്കും. അങ്ങനെ സന്നിഹിതനായിരിക്കുമെന്ന് അതാണ് പറയണത് 10ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകം പറയുന്നത്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തിതേ. അതായത് ഉള്ളിലിരുന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യമായിരിക്കില്ല ഭഗവാൻ ചെയ്യുന്നത്, പക്ഷെ അതിലൊരു നന്മയുണ്ട്, ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അത് നമുക്ക് പിന്നീട് മനസ്സിലാകും. അപ്പൊ അങ്ങനെ എപ്പോഴും ഭഗവാന്റെ നിരന്തര സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഗഡ്വാങ്ക മഹാരാജാവിന് ഒറ്റ നിമിഷം കൊണ്ട് ആത്മസാക്ഷാത്കാരം കിട്ടിയില്ലേ? അപ്പൊ ആ ഒരു കാര്യങ്ങൾ, അതുപോലെ പരീക്ഷിത്തിനെ ഉത്തരയുടെ ഗർഭത്തിൽ നിന്ന് കൃഷ്ണന് ഇങ്ങനെ രക്ഷിച്ചു. പിന്നെ സർപ്പദംശനത്തിന് കഴിഞ്ഞ് അവിടെ നിന്നും സാക്ഷാത്കാരം നൽകിയില്ലേ പരീക്ഷിത്ത് മഹാരാജാവിന്? ഇതെല്ലാം നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് വായിച്ച്, ഭാഗവതത്തിലാണെങ്കിൽ ഇഷ്ടം പോലെ കഥകളാണ്. ഏതെല്ലാം കഥ, ഗജേന്ദ്ര സ്തുതി, കുന്തി സ്തുതി, അങ്ങനെ ഗജേന്ദ്രനെ അങ്ങനെ എല്ലാവരുടെയും കഥ, അതുപോലെ ഭരത മഹാരാജാവിന്റെ കഥ, പിന്നെ മാന്യ ഇതായിട്ട് അങ്ങനെ ആയത്, പിന്നെ ജഡഭരതന്റെ കഥ, എത്രയോ കഥകൾ. ഇതൊക്കെ നമ്മൾ വായിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. നമ്മൾ അതിനകത്ത് തന്നെ സ്ഥിരം കൃഷ്ണന്റെ ഭക്തന്മാരുടെ കഥയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ കൃഷ്ണസ്മരണയിൽ ഉണ്ടായിരിക്കണം. അജാമിളിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ചെയ്തത്? അവസാന നിമിഷത്തില് സ്വന്തം പുത്രനെയാണ് വിളിച്ചത്. അജാമിളൻ എന്താണ് നാരായണ എന്ന് വിളിച്ചപ്പോൾ പിന്നെ വിഷ്ണുദൂതന്മാര് വന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രാരബ്ധങ്ങൾക്കിടയും എപ്പോഴും നമ്മൾ ഭഗവത് സ്മരണ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇവരെ പോലെയൊക്കെ നമുക്കും പിന്നെ ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, തീർച്ചയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി ശ്രമിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരുടെയും ഗോള് ഒന്ന് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും തിരിച്ച് സ്വധാമത്തിൽ പോവുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഗോള്. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച്
നല്ലവണ്ണം സാധനകൾ ചെയ്യുക, ഭഗവത്ഗീത ഭാഗവതം ഒക്കെ വായിക്കുക, സമയം പാഴാക്കാതിരിക്കുക. കാരണം ഒരു നിമിഷം പോയാൽ നമുക്കത് തിരിച്ച് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ നോക്കുക. അതായത് നമ്മുടെ ഹിസ് ഹോളിനെസ് രാധാനാഥ സ്വാമി ഇപ്പോഴും പറയും, എന്താണ്, ഹമ്പിൾ ആയിരിക്കണം, ഹ്യൂമിലിറ്റി വേണം, കമ്പാഷൻ വേണം, ഗ്രീഡി ആയിരിക്കരുത് നമ്മള്, അങ്ങനെ അറഗൻസ് അത് പാടില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. പിന്നെ നാമം ജപിക്കുമ്പോൾ നമ്മൾ എങ്ങനെ തൃണാദപി സുനീചേന തരോരുപി സഹിഷ്ണുന മാനിന മാനദേന കീർത്തനീയ സദാഹരി എന്ന് പറയും. എപ്പോഴും നമ്മൾ ഹരിയെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയെല്ലാം നമുക്കും ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഉദ്ദേശവും ഒക്കെ സാധിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജന്മമില്ലാതെ നമുക്ക് ഇരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷെ നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇനിയും ജന്മം എടുക്കുകയോ എടുക്കാതെ ഇരിക്കുക, അതൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. അതാണ് ഭഗവാൻ പറയുന്നത്, ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻമേ പ്രപദ്യതേ വാസുദേവ സർവമിതി താ മഹാത്മാ സദുർലഭ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അത് വളരെ ദുർലഭമാണ്, അത് കിട്ടാൻ പ്രയാസമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളും അത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, ഗൗരനിതായ് കി ജയ്. സർവം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ